തിരുവനന്തപുരം ആനയറയിൽ ക്ഷേത്ര മേൽശാന്തി ക്ഷേത്ര പരിസരത്ത് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണിപ്പോൾ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുന്നത്. വിഷ്ണു പോറ്റി ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രൻ അടുത്തിടെ ഈ ക്ഷേത്രത്തിൽ നടത്തിയ ദർശനവും അവിടെ നടത്തിയ ചില ആചാര ലംഘനവുമാണ് എന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റിയിലെ ചില ഭാരവാഹികളുടെയും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് തുടരുകയാണ് ഈ വാർത്തയുമായി. പ്രശാന്തി, കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു രീതി നമുക്കറിയാവുന്നതാണ്. ശബരിമലയിൽ പോലും ഈ വ്യക്തി പോയി നിന്ന് അവിടെ പ്രസാദമോ അല്ലെങ്കിൽ തീർത്ഥമോ കിട്ടുന്ന സമയത്ത് കൈ മലർത്തുകയോ അല്ലെങ്കിൽ അത് കളയുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ധാരാളം മുൻപ് പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി എന്തിന് ഈ ക്ഷേത്രത്തിൽ, വിശ്വാസി അല്ലാത്തൊരു വ്യക്തി എന്തിന് ഈ ക്ഷേത്രത്തിലേക്ക് പോയി എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിക്കകത്ത് CPM-ന് അത്യാവശ്യം സ്വാധീനമുള്ളതായി മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ വോട്ട് തേടി ക്ഷേത്ര പരിസരത്തിലേക്ക് എത്തി ആ സമയത്ത് അവിടെ ഒരു ആചാരലംഘനം നടത്തി. അതാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഗൗതം, കഴിഞ്ഞ ഒരാഴ്ചയായി ക്ഷേത്രത്തിലെ ഉത്സവം നടന്നു വരികയായിരുന്നു. ആ ഉത്സവം നടക്കുന്നതിനിടയിലാണ് കടകംപള്ളി സുരേന്ദ്രൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ആ ക്ഷേത്രത്തിലേക്ക് എത്തുകയും അവിടെ വെച്ച് ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി നിൽക്കുന്ന ഭാഗത്ത് വരികയും ആ മേൽശാന്തി സ്വാഭാവികമായിട്ടും തീർത്ഥം നൽകുകയും ചെയ്തു. ആ തീർത്ഥമാണ് കയ്യിൽ വാങ്ങിയതിനു ശേഷം അത് കയ്യിൽ തന്നെ തേച്ച് ഒഴിച്ച് കളയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. തേച്ച് അത് തറയിൽ കളഞ്ഞ ശേഷം കയ്യിൽ നിന്നും ആ തീർത്ഥം തേച്ച് പറ്റിച്ച് കളയുകയായിരുന്നു ഉണ്ടായത്. ഇതാണ് തന്ത്രിക്ക്, അതായത് ഈ മേൽശാന്തിക്ക് മാനസികമായിട്ട് വിഷമമുണ്ടാകുന്നത്. ഇത്തരത്തിൽ വളരെ ഭക്തിയോട് കൂടി കൊടുക്കുന്ന തീർത്ഥം അത് ഭക്തർ ഈ ഭക്തിയാദരപൂർവ്വം ഈ തീർത്ഥം വാങ്ങുകയും അത് കുടിക്കുകയും തലയിൽ ഒഴിക്കുകയൊക്കെ ചെയ്യുന്ന തീർത്ഥം, ആ തീർത്ഥത്തോട് കാണിച്ചൊരു അവഗണന, ആ അവഗണനയിൽ മനസ്സുനൊന്ന് അപ്പോൾ തന്നെ ആ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ പ്രതികരിച്ചു. മേൽശാന്തി പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിൽ ഇത് തീർത്ഥം വാങ്ങിച്ചിട്ട് ഇങ്ങനെ കളയേണ്ട ആവശ്യമില്ലായിരുന്നു, കളയേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഇത് കളഞ്ഞത്? വിശ്വാസമില്ലെങ്കിൽ ക്ഷേത്രത്തിൽ വരാതിരുന്നാൽ പോരായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് ഈ മേൽശാന്തി പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒപ്പമുണ്ടായിരുന്ന കടകംപള്ളിക്ക് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ CPM-ആയിട്ടുള്ള ആളുകൾ, ഇവർക്കെല്ലാം വലിയ രീതിയിൽ പ്രകോപനമുണ്ടാകുന്നത്. തുടർന്ന് മേൽശാന്തി പലരോടും ഈ തനിക്കുണ്ടായ വിഷമം, അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലുണ്ടായിട്ടുള്ള ആചാര ലംഘനമെല്ലാം അത് പലരോടും സൂചിപ്പിച്ചു, പലരോടും പറഞ്ഞു. ഓക്കെ പ്രശാന്ത്, ഒരു നിമിഷം. ഇപ്പോൾ ജയ രാജീവ്, കടകംപള്ളി വാർഡ് കൗൺസിലർ നമുക്കൊപ്പം ചേരുകയാണ്. ജയ രാജീവ്, ഇപ്പോൾ ഈ ജനം TV-യോട് പ്രതികരിച്ച ക്ഷേത്രം ഭാരവാഹികളാണെങ്കിലും അതല്ല ഈ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത വിഷ്ണു പോറ്റിയുടെ സുഹൃത്ത് ദേവൻ പോറ്റിയാണെങ്കിലും നടത്തുന്നത് ചില ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള വെളിപ്പെടുത്തലാണ്. കാരണം മുൻ ദേവസ്വം മന്ത്രി അവിടെ എത്തിയ ശേഷം തീർത്ഥം കൊടുക്കുമ്പോൾ അവിടെ ആചാരലംഘനം നടത്തിയെന്നും അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നടന്നുവെന്നും അതിനെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദമാണ് ഈ പോറ്റിയുടെ ആത്മഹത്യയിലേക്ക് വഴിവെച്ചത് എന്ന വെളിപ്പെടുത്തൽ ഉണ്ടാവുകയാണ്. താങ്കൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? മറ്റ് പ്രതികരണം എന്താണ്? തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞതുപോലെയാണ് എനിക്കും അറിയാൻ കഴിഞ്ഞത്. കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം അവിടെ വരുന്ന സമയത്ത് തീർത്ഥം കൊടുക്കുന്നു. അദ്ദേഹം ആ തീർത്ഥം തറയിൽ ഒഴിക്കുന്ന സമയത്ത് എന്തിനാണ് വേണ്ട എങ്കിൽ അത് സ്വീകരിച്ചു എന്ന് പോയിട്ട് ചോദിച്ചായിരുന്നു. അതിനെ സംബന്ധിച്ച് പിന്നെ ഒരു സംസാരം ആയതിനെ തുടർന്ന് ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും അതുപോലെ ഈ തവണത്തെ ഉത്സവത്തിന് നമ്മുടെ ദേവിയെ പുറത്ത് എഴുന്നള്ളിക്കുന്ന സമയത്ത് വരെ അതിൽ നിന്ന് വരെ ഒഴിവാക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്തരത്തിൽ മാനസികമായിട്ട് ഒരുപാട് വിഷമം വിഷ്ണു പോറ്റിക്ക് ഉണ്ടായി. അതിനെ തുടർന്നുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് എത്തിച്ചത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു. ശ്രീമതി ജയരാജീവ്, ഒപ്പം ഈ ക്ഷേത്ര കമ്മിറ്റിക്കകത്തുള്ള ചില ആളുകളുടെ പേരുകൾ ഈ വിഷ്ണു പോറ്റി ആത്മഹത്യാ കുറിപ്പിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഈ കടകംപള്ളി ക്ഷേത്രത്തിൽ വന്ന് ഈ രീതിയിലുള്ള ആചാരലംഘനമൊക്കെ നടത്തി മടങ്ങിയതിന് ശേഷം ഈ ക്ഷേത്ര കമ്മിറ്റിയിലുള്ള ചില കമ്മ്യൂണിസ്റ്റുകാർ, ചില CPM ചുമതല ഉൾപ്പെടെ വഹിക്കുന്നവർ പോറ്റിയെ ഭീഷണിപ്പെടുത്തിയെന്നും ആ ഭീഷണിയാണ് മനം നൊന്തുള്ള ആത്മഹത്യയിലേക്ക് വഴിവെച്ചതെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ആത്മഹത്യക്കുറിപ്പിൽ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും രണ്ടുപേരുടെ പേര് എഴുതി വെച്ചിട്ടാണ് അവർ. കാരണം എനിക്ക് ഒരുപാട് അപമാനം സഹിക്കേണ്ടി വന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് തന്നെയാണ് മരണക്കുറിപ്പിലുള്ളത്. ഇവർ CPM-ന്റെ സജീവ പ്രവർത്തകരാണോ ഈ രണ്ടുപേർ? ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിച്ചിട്ടുള്ള രണ്ടുപേർ CPM-ന്റെ എന്ന് വെച്ചാൽ എനിക്ക് രാഷ്ട്രീയക്കാരാണ്. ഓക്കെ.
വളരെ നന്ദി ശ്രീമതി ജയ രാജീവ്. കടകംപള്ളി വാർഡ് കൗൺസിലറാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. തിരുവനന്തപുരം ആനയറയിലാണ് ക്ഷേത്രത്തിൽ മേൽശാന്തി തൂങ്ങി മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരികയാണ്.